ഹലോ, ഈ ലെസണിൽ നമ്മളൊരു ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പോങ് ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് നമ്മൾ വീഡിയോ ഗെയിമിലൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ പോങ് ഗെയിം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഡെമോ കണ്ടിട്ട് വരാം. ഇനി നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോങ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്പ്രൈറ്റുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ആ ഗ്രീൻ പാഡിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ സെർച്ചിൽ പോയിട്ട് പാഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ സ്ക്രാച്ചിനകത്ത് ഓൾറെഡി ഉള്ള ഒരു സ്പ്രൈറ്റ് ആണ് പാഡിൽ. അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ച് താഴത്തുള്ള ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഡ്രോപ്സിൽ പോയിട്ട് ചൂസ് എ ബാക്ക് ഡ്രോപ്പ് കൊടുക്കുക. ഇതിൽ ഞാൻ ഇവിടെ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്പേസിൽ പോയിട്ട് നിയോൺ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ആദ്യത്തെ ഗ്രീൻ സ്പ്രൈറ്റും റെഡിയായി. പാഡിൽ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പാഡിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതാം. അപ്പൊ പാഡിൽ എന്നുള്ള സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിന്റെ കോഡ് എഴുതാം. അപ്പൊ ഈ പാഡിൽ എങ്ങനെയാണ് മൂവ്മെന്റ്? റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് റൈറ്റിലോട്ടും ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അതിന് വെർട്ടിക്കലി ഒരു മൂവ്മെന്റ് ഇല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് മാത്രമേ ഈ ഗെയിമിൽ ഉള്ളൂ. ഡെമോ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് നമ്മൾ എങ്ങനെയാ എഴുതാം? കൺട്രോളിൽ പോയിട്ട് ഈഫ് ദെൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈഫ് ദെന്നില് കുറച്ച് വലുതാക്കട്ടെ. ഓക്കെ, സെൻസിങ്ങിൽ പോയിട്ട് ഇവിടെ കീ സ്പേസ് പ്രസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ മുന്നേ ഉപയോഗിച്ചാണ് ഇതൊക്കെ. അപ്പൊ കുറച്ച് ഈസി ആയിരിക്കും ചെയ്യാൻ. കീ സ്പേസ് പ്രസ്ഡ് ഇവിടേക്ക് ഇടാം. എന്നിട്ട് സ്പേസ് കീന് പകരം റൈറ്റ് ആരോ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈഫ് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്ത് എഴുതാ? മോഷനിൽ പോയിട്ട് മൂവ് 10 സ്റ്റെപ്സ്. 10 പകരം ഞാൻ കുറച്ചൊരു സ്മൂത്ത് മോഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു 15 സ്റ്റെപ്സ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ മൂവ് 15 സ്റ്റെപ്സ്. ഇതിന് നമ്മൾ ഇനി ഈവന്റ്സിൽ പോയിട്ട് ട്രിഗർ ചെയ്യാൻ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്നും കൊടുക്കാം. ഇനി നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ ഫോർ എവർ ലൂപ്പിനകത്ത് കൊടുക്കണം. കാരണം ഈ കോഡ് സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം അല്ല റൺ ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ നമ്മൾ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്താലും മൂവ് 15 സ്റ്റെപ്സ് നടക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 15 സ്റ്റെപ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ ലെഫ്റ്റ് ആരോന്റെ കോഡ് കൂടെ എഴുതാണ്. പെട്ടെന്ന് എഴുതാലോ. ഈഫ് ദെൻ വീണ്ടും ഇതിന്റെ താഴെ തന്നെ ഫോർ എവറിനകത്ത് തന്നെ ഇട്ടിട്ട് സെൻസിങ്ങിൽ പോകുന്നു, കീ സ്പേസ് പ്രസ്ഡ് ഇതിനകത്ത് ഇടുന്നു. കീ സ്പേസിന് പകരം നമ്മൾ ഏതാക്കുക? ലെഫ്റ്റ് ആരോ ആക്കുക. ഇഫ് ലെഫ്റ്റ് ആരോ ഇസ് പ്രസ്ഡ് എന്ത് ചെയ്യണം? മൂവ്. ഓക്കെ, മൂവ് 15 പകരം -15 സ്റ്റെപ്സ്. ഓക്കെ, ഇപ്പൊ നമ്മളില് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് പോകും. അപ്പൊ ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ യെല്ലോ ആ ബോളിന്റെ സ്പ്രൈറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് കോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ബോളിന്റെ സ്പ്രൈറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്മുടെ സ്ഥിരമായിട്ടുള്ള ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഉണ്ടല്ലോ, അത് തന്നെ ആഡ് ചെയ്തിട്ട് ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്താ കാര്യം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ബോളാക്കി മാറ്റാം. ക്യാറ്റിന്റെ തൽക്കാലം ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ക്യാറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ക്യാറ്റ് ഇപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കുവാണല്ലോ, അതിന് നമുക്ക് സ്ഥിരമായിട്ടൊരു മോഷനിൽ പോയിട്ട് ഗോ ടു ഒരു പൊസിഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് പൊസിഷനാണ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു -12. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് -12 -151 ഇരിക്കണം. അപ്പൊ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ഈ ക്യാറ്റിന് നമ്മൾ പിന്നീട് ബോളാക്കി മാറ്റും. ഇതിന്റെ ഡയറക്ഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ക്യാറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാറ്റ് തുടങ്ങുമ്പോൾ ഏത് പൊസിഷനിലാണ്? -12 151 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മോഷനിൽ പോയിട്ട് ടേൺ 45 ഡിഗ്രി എന്ന് ഒരു ഓപ്ഷൻ കൊടുക്കും. ഓക്കെ, ടേൺ 45 ഡിഗ്രി ചെയ്യുമ്പോൾ ഇതൊന്ന് തിരിയും. ഓക്കെ, ഇപ്പൊ അതൊന്ന് തിരിഞ്ഞു. ബോളാകുമ്പോൾ ഈ തിരിയൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാറ്റിനെ വെച്ച് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് കൺട്രോളിൽ പോയിട്ട് ഫോർ എവർ. ഓക്കെ, ഫോർ എവർ മോഷൻ മൂവ്
മൂവ് എടുത്ത് ഈ ഫോർ എവറിനകത്ത് ഇടാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മൂവ് 15 steps. ഇപ്പൊ ഈ കോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഏത് സ്പ്രൈറ്റ് ആഡ് ചെയ്യുമ്പോഴും അതിന്റെ ഡയറക്ഷൻ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഈ ഡയറക്ഷൻ ഞാൻ മാറ്റിയിട്ട് 90 ആക്കിയാൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും എല്ലാ സ്പ്രൈറ്റും ഒറിജിനലി ഫേസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം ഈ കോഡ് റൺ ചെയ്യുമ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു X-12 151, അതായത് സ്പ്രൈറ്റ് ഏകദേശം ഈ ഒരു പൊസിഷനിലോട്ട് പോകും, മേലോട്ട് പോകും. ഓക്കെ, അവിടെ നിന്ന് അതൊരു ടേൺ 45 ഡിഗ്രി ചെയ്യും. 45 ഡിഗ്രി കൂടെ അത് ടേൺ ചെയ്യും. 45 ഡിഗ്രി ടേൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു തിരിഞ്ഞിട്ടുള്ള പൊസിഷനിലാവുക. അവിടെ നിന്ന് പിന്നെ ഫോർ എവർ എന്താ അത് ചെയ്യുക, 15 സ്റ്റെപ്സ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 15 സ്റ്റെപ്സ് മൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അത് എഡ്ജിൽ തട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൗൺസ് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഇത് വെറുതെ 15 സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്ജിൽ തട്ടുമ്പോൾ അത് അവിടെ നിന്ന് ബൗൺസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഇത് ഡയറക്ഷൻ എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാറ്റിനെ ഉപയോഗിച്ചത്. ബോൾ ആവുമ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, അത് തിരിയുന്നുണ്ട് എന്നല്ലേ. ബോൾ റൗണ്ട് ഷേപ്പിലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബോളിലോട്ട് മാറാം, അതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടെ സ്റ്റെപ്സ് എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാറ്റ് ഇപ്പം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ പാഡിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ യൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ക്യാറ്റ് ഈ പാഡിൽ തട്ടുമ്പോൾ മേലോട്ട് ബൗൺസ് ചെയ്ത് പോകണം അല്ലെ. അതായത് ക്യാറ്റ് ഇപ്പൊ പാഡിലും കഴിഞ്ഞു പോയി വെറുതെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പാഡിൽ തട്ടുമ്പോൾ ക്യാറ്റ് ബൗൺസ് ചെയ്ത് പോകണം. അതിനുള്ള കോഡ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ക്യാറ്റിൽ തന്നെ ഞാൻ എഴുതാൻ പോകുന്നത്. പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യട്ടെ. ഈ പാഡിൽ തട്ടുമ്പോൾ ബൗൺസ് ചെയ്യുന്ന കോഡ് ഞാൻ വീണ്ടും ഇതിന് പാരലൽ ആയിട്ട് തന്നെ സംഭവിക്കേണ്ട കോഡാണ്. അപ്പൊ ഞാൻ ഈവൻസിൽ പോയിട്ട് അഗെയിൻ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്ന് എഴുതിയിട്ട് ഫോർ എവർ എപ്പോഴും സംഭവിക്കേണ്ട കോഡാണ്. എന്നിട്ട് ഈവൻസിൽ പോയിട്ട് കൺട്രോളിൽ പോയിട്ട് ഈഫ് ദെൻ. ഓക്കെ, ഈഫ് ദെൻ ഇട്ടിട്ട് സെൻസിങ്ങില് ടച്ചിങ് മൗസ് പോയിന്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഇടാം. ഓക്കെ, ടച്ചിങ് മൗസ് പോയിന്ററിന് പകരം ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടച്ചിങ് എഡ്ജും ടച്ചിങ് പാഡിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പാഡിൽ എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ രണ്ടാമതുള്ള സ്പ്രൈറ്റ് ആണ്. വേറെ എത്ര സ്പ്രൈറ്റ് ഉണ്ട് ഓപ്ഷനൊക്കെ ഇവിടെ താഴെ കാണാം. ബട്ട് ടച്ചിങ് പാഡിൽ എന്ന് കൊടുക്കുക. അതായത് ഗ്രീൻ ഫ്ലാഗ് ഇതിന് പാരലൽ ആയിട്ട് തന്നെ ഫോർ എവർ ഈ കോഡും റൺ ചെയ്യണം. ഈ കോഡിൽ എന്താ ഉള്ളത്, ഈ സ്പ്രൈറ്റ് ക്യാറ്റിന്റെ സ്പ്രൈറ്റ് എപ്പോഴെങ്കിലും പാഡിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം, തിരിച്ച് മേലോട്ട് പോകണം, താഴോട്ട് പോകരുത് അല്ലെ. അതിനുള്ള കോഡ് ഞാൻ എഴുതാൻ പോവാണ്. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മോഷനിൽ പോയിട്ട് ടേൺ എന്നുള്ള ഓപ്ഷൻ വീണ്ടും എടുക്കുന്നു. ഓക്കെ, ടേൺ 180 ഡിഗ്രി എന്ന് കൊടുക്കാം. 180 ഡിഗ്രി ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ടേൺ 180 ഡിഗ്രി. അതായത് ഞാൻ ജസ്റ്റ് 180 ഡിഗ്രി ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഈ ക്യാറ്റിനെ വീണ്ടും ഡയറക്ഷൻ 90 ആക്കി വെക്കട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പ്രൈറ്റില് ജസ്റ്റ് ഞാനിത് ക്ലിക്ക് ചെയ്തായി കോഡ് ഇതിൽ വർക്കാവേ. അപ്പൊ ടേൺ 180 ഡിഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, അതൊന്ന് നേരെ തിരിഞ്ഞു. അതാണ് സംഭവിക്കുന്നത്, 180 ഡിഗ്രി തിരിയും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു 180 ഡിഗ്രി ആണെങ്കിൽ തിരിച്ച്. ഓക്കെ, 180 ഡിഗ്രി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായി. ടേൺ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, തലയും കുത്തനെയാവും. അപ്പൊ അതിനർത്ഥം ഇങ്ങോട്ട് വന്ന ക്യാറ്റ് തിരിച്ച് അങ്ങോട്ട് പോണം എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ ടേൺ 180 ഡിഗ്രി ഇതിനകത്ത് കൊടുക്കും. അപ്പൊ ടച്ചിങ് പാഡിൽ ചെയ്യുമ്പോൾ ടേൺ 180 ഡിഗ്രിയും ചെയ്യണം, വീണ്ടും ഒരു മൂവ് 15 സ്റ്റെപ്സ്. ഓക്കെ, റൈറ്റ്. ഇത് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് കണ്ടോ അവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പോലെ ഒരു സംഗതി വരുന്നുണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഡിലേ ആഡ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് ഈ ഇഫിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് വെയിറ്റ് 1 സെക്കൻഡ് മാറ്റിയിട്ട് നമുക്കൊരു 0.5 സെക്കൻഡ്സ് കൊടുക്കാം. ഇതിനർത്ഥം ഇഫ് ടച്ചിങ് പാഡിൽ ഒരു പ്രാവശ്യം സംഭവിക്കുമ്പോൾ അത് ടേൺ 180 ആൻഡ് മൂവ് 15 സെക്കൻഡ്സ് ചെയ്യുമല്ലോ. അപ്പൊ തന്നെ ഈ കോഡ് വീണ്ടും റൺ ചെയ്യുന്നതിന് പകരം ഒരു 0.5 സെക്കൻഡ്സ് ഡിലേ കൊടുക്കണം. മറ്റേത് ഇഫ് ടച്ചിങ് പാഡിൽ എന്ന് പറയുമ്പം ഈ പാഡിൽ സ്പ്രൈറ്റ് ടച്ച് ചെയ്യുമ്പോഴെല്ലാം ഈ കോഡ് അങ്ങ് റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ കടകടാന്നാവുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് ഈ കോഡ് റൺ ചെയ്തിട്ട് ഒരു 0.5 സെക്കൻഡ്സ്, അതായത് ക്യാറ്റിന് അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് മാറാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്ത ശേഷം
വീണ്ടും ഈഫ് ടച്ചിങ് പാഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിലേ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിലേ ആഡ് ചെയ്യുന്നതിന് മുന്നേയും ഡിലേ ആഡ് ചെയ്ത ശേഷമുള്ള കോഡ് നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോ നമ്മളുടെ അത്രയും കാര്യങ്ങൾ റെഡിയായി. ഇനി നമുക്ക് ഈ ക്യാറ്റിനെ മാറ്റിയിട്ട് പകരം ആരെ കൊണ്ടുവരാം? ബോളിനെ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അതിന് ഇനിയിപ്പോ ഈ കോഡ് ആദ്യം മുതൽ എഴുതുന്നതിന് പകരം ഏറ്റവും ഈസി ആയ വഴി ക്യാറ്റിന്റെ കോസ്റ്റ്യൂംസിൽ പോയിട്ട് ഇവിടെ ചൂസ് എ കോസ്റ്റ്യൂം കൊടുക്കുക, എന്നിട്ട് ബോളിന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഈ ഓറഞ്ച് ബോൾ അവിടെ വെക്കുക, എന്നിട്ട് ഈ ബാക്കി 2 കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ അത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്യാറ്റ് മാറി ആര് വന്നു? ബോൾ വന്നു. അത്രേ ഉള്ളൂ പണി, റൈറ്റ്? ഇനി കോഡിൽ പോയിട്ട് വീണ്ടും റൺ ചെയ്താൽ ഇതേ സംഗതികളെല്ലാം അവിടെ സംഭവിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഓറഞ്ച് ബോൾ ഈ ഗ്രീൻ പാഡിൽ കടന്ന് ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ ഗെയിം ഓവർ ആവണം അല്ലെ? പിന്നെയും അതിങ്ങനെ ബൗൺസ് ചെയ്ത് പോയിരുന്നതിൽ ഒരു അർത്ഥമില്ല, അതൊരു ഗെയിം അല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നിട്ട് ചൂസ് എ സ്പ്രൈറ്റ് വീണ്ടും ചൂസ് ചെയ്യുക, എന്നിട്ട് സെർച്ചിൽ പോയിട്ട് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ചുമന്നൊരു റെഡ് കളർ ലൈന് കാണാം, അത് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ സ്പ്രൈറ്റിനെ ഞാനിവിടെ താഴെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, റൈറ്റ്, ഇവിടെ ഇരിക്കട്ടെ, ഇത് മുഴുവൻ കവർ ചെയ്യുന്ന പോലെ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ, വേണമെങ്കിൽ നമുക്ക് സൈസ് ഒരു തുള്ളി വലുതാക്കാം, അപ്പൊ അത് മുഴുവൻ എഡ്ജെല്ലാം കവർ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പൊ റെഡ് ലൈൻ റെഡിയായി. ഇനി ഈ ഓറഞ്ച് ബോള് ഈ റെഡ് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഗെയിം ഓവർ ആവാം. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റെഡ് ലൈൻ എന്നുള്ള ഈ സ്പ്രൈറ്റിന്റെ കോഡ് നമുക്ക് എഴുതാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈവൻസിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഇവിടെ ഇട്ടു. കൺട്രോളിൽ പോയിട്ട് ഫോർ എവർ. ഓക്കെ, അഗൈൻ ഈഫ് ദെൻ എടുത്ത് ഇവിടെ ഇട്ടു. എന്നിട്ട് റെഡ് ലൈനുള്ള കോഡാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ സെൻസിങ്ങിൽ പോയിട്ട് ടച്ചിങ് മൗസ് പോയിന്ററിന് പകരം എന്താണ് ടച്ചിങ് നമ്മുടെ ക്യാറ്റ് എന്നാണ് ആ സ്പ്രൈറ്റിന്റെ പേര്. അത് നമുക്ക് മാറ്റിയിട്ട് ബോൾ എന്നാക്കാം. ഓക്കെ, ഞാനിവിടെ സ്പ്രൈറ്റിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് റെഡ് ലൈനിൽ പോയിട്ട് ടച്ചിങ് ബോൾ. ഓക്കെ, അപ്പോ ഫോർ എവർ ഈഫ് ടച്ചിങ് ബോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെഡ് ലൈൻ എപ്പോഴെങ്കിലും ഈ ബോളിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്റ്റോപ്പ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്പ്രൈറ്റിന്റെയും കോഡ് സ്റ്റോപ്പ് ആവും. നമ്മൾ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യില്ലേ, അതേ എഫക്ട് തന്നെ എല്ലാ സ്പ്രൈറ്റിന്റെയും കോഡ് സ്റ്റോപ്പ് ആവും. അതാണ് ഇപ്പൊ തൽക്കാലം ചെയ്യാൻ പോകുന്നത്, സ്റ്റോപ്പ് ഓൾ. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ കണ്ടോ, റെഡില് ബോള് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സ്പ്രൈറ്റും സ്റ്റോപ്പായി. അപ്പൊ ഞാൻ ഇനിയിപ്പോ ആരോ കീ പ്രസ് ചെയ്താലൊന്നും ഈ ഗ്രീൻ പാഡിൽ മൂവ് ചെയ്യില്ല, കാരണം അതിന്റെ കോഡ് സ്റ്റോപ്പായി. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. ഇനി ഇതിന്റെ കൂടെ നമുക്കൊരു ഗെയിം ഓവർ എന്നും കൂടെ പ്രിന്റ് ചെയ്യാം. അപ്പൊ സ്റ്റോപ്പായി അതിന്റെ കൂടെ ഒരു മെസ്സേജും കൂടെ കൊടുക്കാമല്ലോ, ഗെയിം ഓവറിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പുതിയൊരു സ്പ്രൈറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ചൂസ് സ്പ്രൈറ്റിന് പകരം ഞാനിവിടെ പെയിന്റ് കൊടുക്കുകയാണ്. പെയിന്റ് കൊടുത്തിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ഓപ്ഷനിൽ വന്നിട്ട് ടി ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് കുറച്ചത് നമുക്ക് വൃത്തിയാക്കാം, പിക്സലാക്കി കുറച്ച് വലുതാക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ കളർ മാറ്റിയിട്ട് ഒരു വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനിവിടെ ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രൈറ്റ് ആഡ് ചെയ്തു. ഇനി അതിനെ കോഡിലോട്ട് വന്നിട്ട് ഈവൻസിൽ വന്നിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, അതായത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗെയിം ഓവർ ആവില്ലല്ലോ. അപ്പോൾ അതിനെ ലുക്സിൽ പോയിട്ട് കുറച്ച് താഴോട്ട് വന്നിട്ട് ഹൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഹൈഡ്, അതായത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡ് ആവണം. ഓക്കെ, ഇപ്പൊ അത് ഹൈഡായി. ഓക്കെ, അപ്പൊ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം ഓവർ ഹൈഡായി. ഇനി ഗെയിം ഓവർ ആവുമ്പോൾ വരണോ അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റെഡ് ലൈനിന്റെ കോഡിൽ പോയിട്ട്, റെഡ് ലൈനിന്റെ കോഡ് എന്താ? ഫോർ എവർ. എപ്പോഴെങ്കിലും ഈ റെഡ് ലൈൻ ബോളിനെ ടച്ച് ചെയ്യണമെങ്കിൽ എല്ലാ കോഡും സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ കോഡും സ്റ്റോപ്പ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാണ്. ഈവൻസിൽ പോയിട്ട് കുറച്ച് താഴോട്ട് വന്നാല് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് 1 എന്നാണ്.
ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു മെസ്സേജ് ആഡ് ചെയ്യാം. അപ്പൊ ഈ ബ്രോഡ്കാസ്റ്റിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ലേ, ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അങ്ങോട്ട് അയക്കുക അല്ലെ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഒരു സ്പ്രൈറ്റ് ചെയ്താൽ ആ ഒരു മെസ്സേജ് ബാക്കിയുള്ള എല്ലാ സ്പ്രൈറ്റുകളിലേക്കും എത്തും. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു സ്പ്രൈറ്റിന് ബാക്കിയുള്ള സ്പ്രൈറ്റുകളിലേക്കെല്ലാം ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് 1 വരെ ഞാനൊരു ന്യൂ മെസ്സേജ് ആഡ് ചെയ്യാണ്. മെസ്സേജ് 1 തന്നെ നമുക്ക് ഉപയോഗിക്കാം, നമുക്കൊരു അർത്ഥമുള്ള പേരിടാം അല്ലെ. ഇപ്പൊ ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ഓക്കെ, നമ്മൾ ഓവർ എന്ന് പറയില്ല, അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ഗെയിം ഓവർ. ഇത് ആരാ പറയുന്നത്? റെഡ് ലൈൻ എന്നുള്ള സ്പ്രൈറ്റ് ബാക്കിയുള്ള സ്പ്രൈറ്റുകളോട് പറയാണ്, ഓക്കെ ഗ്രീൻ ബോൾ നമ്മുടെ ഓറഞ്ച് ബോൾ ടച്ച് ചെയ്തു, ഗെയിം ഓവർ ആയി എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മെസ്സേജ് പോകണം. അത് ഇഫിനകത്തല്ലേ കൊടുക്കേണ്ടത്? സ്റ്റോപ്പ് ഓൾ ചെയ്യുന്നതിന് മുന്നേ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഗെയിം ഓവർ എന്ന് ചെയ്തിട്ട് നമ്മളുടെ ഈ ഗെയിം ഓവർ സ്പ്രൈറ്റ് ഉണ്ടല്ലോ, സ്പ്രൈറ്റ് 1 അതിലോട്ട് വരും. അത് കാണാൻ പറ്റില്ല ഇപ്പോൾ, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഔട്ട്ലൈനേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ പോയിട്ട് വെൻ ഐ റിസീവ് ഗെയിം ഓവർ, ഓക്കെ വെൻ ഐ റിസീവ് ഗെയിം ഓവർ, ലുക്സിൽ പോയിട്ട് ഷോ, അതായത് ഞാൻ ഈ ഗെയിം ഓവർ എന്നുള്ള സ്പ്രൈറ്റ് ഈ ഗെയിം ഓവർ എന്നുള്ള മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഷോ ചെയ്യുക. അപ്പൊ ഓൾറെഡി ഞാൻ ഹൈഡ് സ്റ്റേറ്റിലാണ്, എന്നെ ഷോ സ്റ്റേറ്റിലേക്ക്. ഹൈഡ് ആൻഡ് ഷോ എന്താണ്? ഹൈഡ് എന്ന് പറഞ്ഞാൽ സ്പ്രൈറ്റിനെ കാണാൻ പറ്റൂല, ഷോ എന്ന് പറഞ്ഞാൽ സ്പ്രൈറ്റിനെ കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ ഒരു ഐ സിമ്പൽ ഉണ്ടല്ലോ, ഷോയും ഹൈഡും അതുപോലെ തന്നെ. അപ്പൊ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആള് ഹൈഡ് ആവും. പക്ഷെ ഗെയിം ഓവർ എന്നുള്ള മെസ്സേജ് ഈ റെഡ് ലൈൻ അയക്കുമ്പോൾ, റെഡ് ലൈൻ എല്ലാവർക്കും അയക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ആ കോഡ് എഴുതിയിട്ടില്ല. അവര് ഗെയിം ഓവർ മെസ്സേജ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് സ്പ്രൈറ്റ് 1 മാത്രം ഷോ ചെയ്യണം എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കൂ, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാണ് ഞാൻ. ഓക്കെ, എപ്പോഴെങ്കിലും അത് താഴോട്ട് പോയാൽ ഗെയിം ഓവറായി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുവരെയുള്ള കോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ഇനി നമുക്കൊരു ഗെയിം ആണല്ലോ, അപ്പൊ ഒരു സ്കോർ ഓപ്ഷനും കൂടെ വേണം അല്ലെ. ഒരു ഗെയിം ആകുമ്പോൾ സ്കോർ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യണം, അല്ലാതെ ഗെയിം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സ്കോറിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാക്സിൽ നമ്മൾ റേഡിയസ്, ഡയമീറ്റർ, XY എന്നൊക്കെ എഴുതുന്ന പോലെ വേരി ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണെന്ന്. അതൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവും. അപ്പൊ വേരിയബിൾ ആണ് നമ്മൾ സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ സ്കോർ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഗ്രീൻ പാഡിൽ ഈ ഒരു ബോൾ തട്ടുമ്പോഴും സ്കോർ ഒന്ന് ഇൻക്രിമെന്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര സ്കോർ ആയി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓറഞ്ച് ബോളിൽ ക്ലിക്ക് ചെയ്തിട്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ വേരിയബിൾസിൽ പോയിട്ട് മേക്ക് എ വേരിയബിൾ ചെയ്യാം. ഓക്കെ, മേക്ക് എ വേരിയബിൾ ചെയ്തിട്ട് നമ്മൾ സ്കോർ എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്കോർ വേരിയബിൾ ഓക്കെ ഫോർ ഓൾ സ്പ്രൈറ്റ്സ് ചെയ്താലും ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി ചെയ്താലും കുഴപ്പമില്ല. മൊത്തം ഗെയിമിന് ഒരൊറ്റ സ്കോർ അല്ലേ ഉള്ളൂ. ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലി നമുക്ക് ചെയ്യാം. ഓക്കെ കൊടുത്തിട്ട് അപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ബോൾ സ്കോർ 0 എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്ലേ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടോ ഒരു ടിക്ക് ഉണ്ട് ഇവിടെ. ഈ ടിക്ക് കളഞ്ഞ ഇതിവിടെ ഡിസ്പ്ലേ ആവില്ല, നമുക്ക് സ്കോർ കാണിക്കാം അല്ലെ, എപ്പോഴല്ലേ നമുക്ക് സ്കോർ എത്രയാണെന്ന് അറിയുള്ളൂ. ഓക്കെ, അപ്പൊ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ബോളിന്റെ വേരിയബിൾ ആയതുകൊണ്ടാണ് ബോൾ സ്കോർ. ഓൾ സ്പ്രൈറ്റ് എന്ന് കൊടുത്താൽ വെറുതെ സ്കോറിന് കാണിക്കും, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ സ്കോർ ഇപ്പൊ വന്നു. ഇനീഷ്യലി സ്കോറിന്റെ വാല്യൂ 0 ആണ് സ്ക്രാച്ചിൽ. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഈ ബോള് ഗ്രീൻ പാഡിൽ ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്യുമല്ലോ, അപ്പൊ സ്കോർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈഫ് ടച്ചിങ് പാഡിൽ ദെൻ എന്നുള്ള കോഡ് എഴുതിയിട്ടുണ്ടല്ലോ. ടച്ചിങ് പാഡിൽ ആവുമ്പോൾ ടേൺ 180 ഡിഗ്രി ടേൺ ചെയ്തിട്ട് 15 സ്റ്റെപ്സ് മൂവ് ചെയ്യുന്നു. അവിടെ നമ്മൾ ചേഞ്ച് മൈ വേരിയബിൾ ബൈ 1 എന്നുള്ളതും ഈ ഒരു ഈഫിനകത്ത് ഇടാം. ഓക്കെ, ടേൺ 180 ഡിഗ്രി മൂവ് 15 സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചേഞ്ച് മൈ വേരിയബിൾ മാറ്റിയിട്ട് സ്കോർ ആക്കാം. അപ്പൊ സ്കോർ ബൈ 1, അതായത് സ്കോർ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഓരോ പ്രാവശ്യവും ഈ പാഡിൽ ടച്ച് ചെയ്യുമ്പോഴും നമ്മുടെ സ്കോർ 1 വെച്ച് ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടു, സ്കോർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്കോർ 2 ആയി, സ്കോർ 3 ആയി, 4 ആയി, അങ്ങനെ സ്കോർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി താഴോട്ട് പോയാൽ ഗെയിം ഓവറായി. ഓക്കെ,
ഇപ്പൊ ഞാൻ വീണ്ടും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ ഗെയിം ഓവർ ആയി. നോക്കൂ, സ്കോർ 7 എന്നാണ് വീണ്ടും തുടങ്ങുന്നത്. അങ്ങനെ പാടില്ലല്ലോ. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കോർ വീണ്ടും എന്താവണം? 0 ആവണം. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഈ 2 കോഡിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മളുടെ സെറ്റ് മൈ വേരിയബിൾ ടു എന്നുള്ളത്, ഈ ഗ്രീൻ ഫ്ലാഗ് നമ്മളെ പൊസിഷനൊക്കെ സെറ്റ് ആക്കുന്ന ആ സ്ഥലത്ത് തന്നെ സെറ്റ് സ്കോർ ടു 0 എന്ന് കൊടുക്കുക. അതായത് ഗെയിം തുടങ്ങുമ്പോൾ എപ്പോഴും സ്കോർ 0 ആകണം. ഓക്കെ, പിന്നെ സ്കോർ ഇൻക്രീസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കുമ്പോൾ ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, താഴോട്ട് പോയാൽ ഗെയിം ഓവർ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ പോങ് ഗെയിമിന്റെ പ്രോഗ്രാം. ഇതിൽ നമുക്ക് സൗണ്ട് ആഡ് ചെയ്യാം, അതുപോലെ മൂവ്മെന്റ് വേണമെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ 15 സ്റ്റെപ്സ് മാറ്റി ഒരു 20 സ്റ്റെപ്സ് ആക്കാം. അതുപോലെ റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോന് പകരം മൗസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല മോഡിഫിക്കേഷൻ ആഡ് ചെയ്യാം. അതുപോലെ ടൈം ലിമിറ്റ് കൊടുക്കാം, ലെവല് കൂട്ടാം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത ലെസണിൽ കാണാം.